എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഓരോ സ്ത്രീകൾ ടെൻഷൻ ഉണ്ടാവാറുണ്ട്, ഹോപ്പ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് സ്വയം എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറയും? സാധാരണമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് IVF-ൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചതിന് ശേഷം ഫ്രഷ് ട്രാൻസ്ഫർ ആകാം, ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആകാം, എങ്ങനെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ സിമ്പിളാണ്. തലേന്ന് വരെ ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം മുന്നേ കൂട്ടി ചെയ്യാം. എക്സസൈസ് ഉൾപ്പെടെ ആ സ്ത്രീ എന്തൊക്കെയായിരുന്നോ അവരുടെ ദിനചര്യയിൽ യൂസ് ടു ആയിട്ടുള്ളത് അതെല്ലാം ചെയ്യും. പുതിയതായിട്ടൊരു സ്ട്രെസ് എടുത്ത് വെക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സ്ട്രെസ് ആവാം, ഫിസിക്കൽ സ്ട്രെസ് ആവാം, അത് രണ്ടുമാകാം. അപ്പം ഫിസിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതെ ഇരിക്കുക, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒരിക്കലും ഒരു IVF പ്രഗ്നൻസിക്ക് റിസൾട്ട് തരില്ല. ആവശ്യത്തിലധികം പഠനങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള പല സൊസൈറ്റീസിൻ്റെ പഠനങ്ങളും അതിന് നമുക്ക് എവിഡൻസ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വിൽ നോട്ട് ഗിവ് യു എ പ്രഗ്നൻസി. നോർമലായിട്ട് എണീറ്റ് നടക്കുക, അവനവൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക, ഓഫീസിൽ പോകേണ്ടവർക്ക് ഓഫീസിൽ പോകാം, എന്ത് വേണോ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പുതിയതായിട്ടൊരു ടാസ്ക്, ഇപ്പം ഇന്നലെ വരെ എക്സസൈസ് ചെയ്യാത്ത ഒരാൾ ഇതിനു വേണ്ടി എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അന്നേരം തുടങ്ങിയിട്ട് കാര്യമില്ല. മുന്നേ കൂട്ടി ചെയ്തിരുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ, അവർക്ക് വീട്ടിൽ ചെയ്തിരുന്ന അവരുടെ ബോഡി യൂസ്ഡ് ആയിട്ട് എന്തൊക്കെയുണ്ടോ അതെല്ലാം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കറക്റ്റ് സമയത്തിന് മെഡിസിൻസ് എടുക്കുക, ഇഞ്ചെക്ഷൻസ് കറക്റ്റ് സമയത്തിന് പറഞ്ഞ വിധം തന്നെ എടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് കൊണ്ട് ഒരിക്കലും അത് സഹായകമാവില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മരുന്നുകൾ ധാരാളം ഉണ്ടാവും IVF-ന് ശേഷം. ജലാംശം ശരീരത്തിൽ 2-2.5 ലിറ്ററോളം വെള്ളം നിർബന്ധമായിട്ടും കുടിക്കേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് യൂറിനറി ഇൻഫെക്ഷനും മറ്റ് ബുദ്ധിമുട്ടും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതാണ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് മരുന്ന് ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ള ഏക മാർഗം പ്രഗ്നൻസിക്ക് എന്തെങ്കിലും സാധ്യത കൂട്ടാനായിട്ട്. നമ്മൾ സാധാരണ പറയുക, ജോലിക്ക് പോകുന്നതാണ് സ്ട്രെസ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നതാണ് സ്ട്രെസ് എന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുക. അല്ലാതെ ലീവ് എടുത്തുകൊണ്ടോ അതൊന്നും ഒരു പ്രത്യേകിച്ചൊരു ഹെൽപ്ഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻസ് അല്ല. സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, യാത്ര ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും യാത്ര ചെയ്യാം. ഭ്രൂണം വെച്ച് നിക്ഷേപിച്ചതിന് ശേഷം 48 മണിക്കൂറിന് ശേഷം ദൂരയാത്രയോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ഒക്കെ യാത്ര ചെയ്യാവുന്നതാണ്. അതിനൊന്നും ബുദ്ധിമുട്ടുള്ളതല്ല. If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala, India.